23 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള ഒരു സിനിമന്റെ ടീസറാണ് ഇപ്പൊ കേരളം മൊത്തം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ വരെ ചർച്ചാ വിഷയമായിട്ടുള്ളത് ഈ 23 സെക്കൻഡ് മാത്രം ദൈർഘ്യമുള്ള സിനിമന്റെ ടീസറാണ്. കേരള സ്റ്റോറി 2 എന്ന സിനിമന്റെ ടീസർ. എന്താണ് കേരള സ്റ്റോറി 2? കേരള സ്റ്റോറി 2 എന്ന് പറയുന്നത് ഒരു വിഭാഗം ആളുകളെ മറ്റൊരു വിഭാഗം ആളുകൾ നിർബന്ധിപ്പിച്ച് ബീഫ് കഴിപ്പിക്കുന്നു. അതായത് കേരളത്തിലെ മുസ്ലിം വിഭാഗം ആളുകളെ തന്നെയാണ് ഈ സിനിമയിൽ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നിർബന്ധിപ്പിച്ച് ബീഫ് കഴുത്തിന് പിടിച്ച് ബീഫ് വായിൽ കുത്തിത്തിരുകി കൊടുക്കുന്ന, നിർബന്ധിച്ച് അവർക്ക് ഇഷ്ടപ്പെടാത്ത അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഭക്ഷണമായിട്ടുള്ള ബീഫിനെ കുത്തിത്തിരുകി കൊടുക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ടീസറിൽ പറയുന്നത്. രണ്ട് കാര്യങ്ങളെ ഇതിൽ നിന്ന് റീഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന്, കേരളത്തിലെ മുസ്ലിം വിഭാഗം ആളുകൾ ബീഫ് കഴിക്കുന്നവരാണ് എന്നും, അതുപോലെ തന്നെ അവർ മറ്റുള്ളവരെ നിർബന്ധിപ്പിച്ച് ബീഫ് കഴിപ്പിക്കുന്നവരാണെന്നും, അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗമല്ലാത്ത മറ്റു വിഭാഗം ആളുകൾ ബീഫ് കഴിക്കാത്തവരാണ് എന്നും ഇൻഡയറക്റ്റ് ആയിട്ട് അതിൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ അങ്ങനെ റീഡ് ചെയ്യാം, നിങ്ങൾക്ക് വേറെ രീതിയിൽ റീഡ് ചെയ്യാം. പക്ഷെ അതൊന്നല്ല ഇതിലെ പ്രധാന പ്രശ്നങ്ങൾ. കേരളത്തിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു കേസ് എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും വെച്ചിട്ട് ഒരാളെ നിർബന്ധിപ്പിച്ച് ബീഫ് വായിൽ കുത്തിത്തിരികെ കൊടുത്തിട്ടുണ്ടോ? കേരള സ്റ്റോറി എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമായിരിക്കുമല്ലോ പറയേണ്ടത്, അല്ലെങ്കിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമായിരിക്കും അല്ലോ പറയേണ്ടത്. അപ്പൊ എപ്പോഴെങ്കിലും ആരെങ്കിലും അങ്ങനെ നിർബന്ധിപ്പിച്ച് വായിൽ കുത്തിത്തിരികെ ബീഫ് കൊടുത്തിട്ടുണ്ടോ? 350 രൂപ 400 രൂപ കിലോ വിലയുണ്ട് ബീഫിന്. അപ്പൊ വിലേന്റെ വരില്ല അവിടുത്തെ പ്രശ്നം. അങ്ങനെ ബീഫെന്ന് പോട്ടെ, എന്തെങ്കിലും ഒരു ഭക്ഷണം തിരികെ വായിൽ ആളെ നിർബന്ധിപ്പിച്ച് കൊടുത്ത് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു കേസ് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നോർത്തിൽ എന്താ സംഭവിക്കുന്നത്? ബീഫ് കൈവശം വെച്ചു എന്നുള്ളതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത് എത്ര ആളുകളാണ്? ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പേര് ബീഫ് കൈവശം വെച്ചു, അല്ലെങ്കിൽ ബീഫ് പാചകം ചെയ്തു, ഈ സ്ലോട്ടറിങ്ങിന് വേണ്ടി ആനിമൽസിനെ സെല്ല് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കേസുകൾ ഒരു വർഷം തന്നെ 2, 3, 4 കേസുകളും 10-ലധികം കേസുകൾ വരെ ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഓൺലൈൻ വെബ്സൈറ്റുകളുണ്ട്. പ്രധാനപ്പെട്ട ചില കേസുകൾ മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2014 മുതൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയപ്പെടുന്ന ഒരു UP സ്വദേശിയെ 2015 സെപ്റ്റംബർ മാസം അദ്ദേഹത്തിന്റെ കൈവശം ബീഫ് ഇറച്ചി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ തല്ലിക്കൊന്നു ആൾക്കൂട്ടം. ഫോറൻസിക് പരിശോധനയിൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് മട്ടനായിരുന്നു. ഇനി അതല്ല, അദ്ദേഹത്തിന്റെ കയ്യിലും ബീഫിനാണ് ഉണ്ടായിരുന്നത് നോക്കൂ, എന്താണ് അതിൽ പ്രശ്നം? ഇനി മസ്ലൂം അൻസാരി ആൻഡ് ഇംതിയാസ് ഖാൻ. ഈ മസ്ലൂം അൻസാരിക്ക് 35 വയസ്സും ഇംതിയാസ് ഖാന് 12 വയസ്സും ഉണ്ടായിരുന്നുള്ളൂ. തല്ലിക്കൊന്ന് മരത്തി കെട്ടിത്തൂക്കുന്ന സമയത്ത്. ഇത് നടന്നത് എപ്പോഴാ? മാർച്ച് 2016 നടക്കുന്നത്. ഇനി പെഹ്ലു ഖാൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ അൽവാർ എന്ന് പറയപ്പെടുന്ന രാജസ്ഥാനിൽ വെച്ച് നടന്നിട്ടുള്ള ഏപ്രിൽ 2017 നടന്നിട്ടുള്ള ഒരു ഈ ആൾക്കൂട്ട കൊലപാതകം. ഇനി ജുനൈദ് ഖാൻ ഹരിയാനയിൽ വെച്ച് ജൂൺ 2017 നടന്നിട്ടുള്ള സംഭവം. അലീമുദ്ദീൻ അൻസാരി ജാർഖണ്ഡിൽ വെച്ച് ജൂൺ 2017 നടന്നിട്ടുള്ളത്. ഉമർ ഖാൻ, അതും അൽവാർ രാജസ്ഥാനിൽ വെച്ച് 2017 നവംബറിൽ നടന്നിട്ടുള്ളത്. റക്ബർ ഖാൻ, ഇതും രാജസ്ഥാനിലെ അൽവാറിൽ ജൂലൈ 2018 നടന്നത്. ഇനി തബ്രേസ് അൻസാരി ജാർഖണ്ഡില് 2019 ജൂണിൽ നടന്നിട്ടുള്ളത്. ഇനി സാബിർ മാലിക് ഫരീദാബാദ് ഹരിയാനയിൽ വെച്ച് സെപ്റ്റംബർ 2024 നടന്നിട്ടുള്ളത്. ഇനി ആര്യൻ മിശ്ര ഹരിയാനയിൽ ഓഗസ്റ്റ് 2024 നടന്നിട്ടുള്ള സംഭവം. ഈ സംഭവങ്ങളൊക്കെ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? അതും കേരള സ്റ്റോറി എടുത്ത ഇവർ പറയട്ടെ. ഇതൊക്കെ ബീഫ് കുത്തിത്തിരുകി കഴിപ്പിച്ച കേസുകളാണോ? ഈ ഇംതിയാസ് ഖാൻ എന്ന് പറയുന്ന ഈ 12 വയസ്സുള്ള കുട്ടി എന്താ ചെയ്ത തെറ്റ്? അപ്പോ കേരളത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു
അല്ലെങ്കിൽ കേരളത്തിനെ കുറിച്ച് ഇങ്ങനെ ഒരു കേരള സ്റ്റോറി 2 അല്ലെങ്കിൽ കേരള സ്റ്റോറി എന്നൊക്കെ പറഞ്ഞ് സിനിമ എടുക്കുന്ന സമയത്ത് അത് കേരളത്തിൽ എന്തായാലും അത് ചിലവാകില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷെ ഈ സിനിമ ഹിന്ദി ലാംഗ്വേജിൽ സംവിധാനം ചെയ്ത് പുറത്തിറക്കുന്ന സമയത്ത് ഇത് കാണുന്ന ഹിന്ദി സംസാര ഭാഷയായിട്ടുള്ള നോർത്ത് ഇന്ത്യയിലെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇവരൊക്കെ വിചാരിക്കുന്നത് ഇപ്പം എന്താ, ഇവിടെ ഇങ്ങനെയാണ് മുസ്ലിംസുകളൊക്കെ ബീഫ് കഴിക്കുന്നവരാണെന്നും അവരുടെ മതത്തിന്റെ ഭാഗമാണ് ബീഫ് എന്ന് വരെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എന്നിട്ട് മാത്രമല്ല, എന്നിട്ട് ഈ മുസ്ലിം വിഭാഗം ആളുകൾ അല്ലാത്ത ആളുകളൊക്കെ ഈ ബീഫ് തീറ്റിപ്പിക്കുന്നവരാണ് എന്നും വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കാൻ വേണ്ടി ഈ ഒരു സിനിമ ഒരു ടൂളായിട്ടാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ഉള്ള മൈഗ്രന്റ് ആയിട്ടുള്ള വർക്കേഴ്സിനൊക്കെ അറിയാം ഇവിടെ എങ്ങനെയാണ്, ഇവിടുത്തെ ആളുകളുടെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ഇവിടെ ഉള്ളവര് എന്ത് ഭക്ഷണം കഴിക്കുന്നവരാണ്, എത്രത്തോളം സൗഹൃദത്തിലാണ് ഇവിടെ കഴിഞ്ഞു പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ ഈ സമീപത്തിൽ വന്നിട്ടുള്ള ചില നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഇവിടെ വന്ന് ജോലിക്കുമായിട്ട് വന്നിട്ടില്ല പലരുടെയും വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാവും. അവരൊക്കെ ഇതിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇതുവരെ കേരളം എവിടെയാണെന്ന് പോലും അറിയാത്ത കുറെ ആളുകൾ നോർത്തിലുണ്ട്. അപ്പൊ അവരൊക്കെ അതായത് അല്ലെങ്കിൽ മറ്റു റെസ്റ്റ് ഓഫ് ഇന്ത്യ, സൗത്ത് ഇന്ത്യ അല്ലാത്ത മറ്റുള്ള ഭാഗങ്ങളിൽ ഉള്ളവരൊക്കെ വിചാരിക്കുക ഇവിടെ അങ്ങനെയുള്ള ഭയങ്കര പ്രശ്നമുള്ള സ്ഥലമാണ്. ഇനിയിപ്പോൾ അവർ വിചാരിച്ചാലും ഇല്ലെങ്കിലും അതല്ല നമ്മുടെ പ്രശ്നം. പക്ഷെ നമ്മളെക്കുറിച്ച് ഇത്തരത്തിലൊരു കാര്യം പറയുമ്പോൾ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ആയിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ ഇതൊരു ഹെയ്റ്റ് സ്പീച്ച് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ഉദ്ദേശം, കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ സിനിമ ഇത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള ഒരു കാര്യം പറയുന്ന ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു റിലീസ് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തെറ്റായിട്ടുള്ള കാര്യം 100% ഓപ്പോസിറ്റ് ആയിട്ട് ഇവിടുത്തെ കാര്യത്തിനെ വളച്ചൊടിച്ച് പറയുന്നതിനെ ഒരു പ്രൊപ്പഗാൻഡ സിനിമയെ അത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് റിലീസ് ചെയ്യിപ്പിക്കാൻ സമ്മതിക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.